ഈ കാണുന്നത് കാക്കനാട് കീരേരിമല 21 നമ്പർ കോളനിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന നടപ്പാതയാണ്. 68 സ്റ്റെപ്പുള്ള നടപ്പാത. ഈ സ്റ്റെപ്പ് ഇറങ്ങിച്ചെന്നാൽ ഈ കോളനിയിലെത്താം. ഈ കോളനിയിൽ ഇവിടെ തെക്കുഭാഗത്ത് ഏകദേശം 20 അടി ഉയരത്തിലാണ് ഈ തിട്ട ഉള്ളത്. ആ മൺതിട്ട എല്ലാ മഴക്കാലത്തും ഇടിഞ്ഞ് ഈ വീടുകളുടെ മുകളിൽ പല പ്രാവശ്യം വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവന് ഭീഷണിയായി നിൽക്കുന്ന ഈ മൺതിട്ട എടുത്തു മാറ്റണമെന്നാവശ്യപ്പെട്ട് പല പ്രാവശ്യം ഇവർ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചു. ഇതുവരെ യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു സാഹചര്യത്തിൽ വോയിസ് ഓഫ് കാക്കനാട് എന്ന വാട്സാപ്പ് കൂട്ടായ്മ ഇവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത്. പ്രാവശ്യം ഈ മല ഇങ്ങനെ അങ്ങോട്ട് ഇടിയാറുണ്ട് ഇവിടെ. പിന്നെ വേറെ അഭയങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇവിടെ പല ആൾക്കാരും വരികയും അത് അന്വേഷിക്കുകയും കാണുകയും ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോവുകയും ചാനലിൽ വരെയും പത്രത്തിൽ വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ ഒരു നടപടി ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം സ്ഥലം ഈ പാറക്കമോളിൽ തരാ എന്ന് പറയും 3 സെന്റ് സ്ഥലം വീതം 7 വീട്ടുകാരെ മാറ്റി പാർപ്പിക്കാന്നും പറഞ്ഞിട്ട് അവരിവിടെ നിന്ന് എല്ലാ തീരുമാനവും പാറക്കുളത്തിന്റെ സൈഡിലായിരിക്കും അവിടെ പാറമട അത് നമ്മുടെ വില്ലേജർ ഓഫീസർ ഞങ്ങളോട് ധൈര്യം ഉറപ്പിച്ച് പറഞ്ഞതാണ്. ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് അളന്ന് തന്നതിന് ശേഷമേ അങ്ങനെ റിട്ടയർഡ് ആവുള്ളൂ എന്ന് പറയും. പക്ഷെ അങ്ങനെ മാറ്റി വേറൊരു മനുഷ്യൻ വന്ന് അങ്ങേരും നല്ല മനുഷ്യനായിരുന്നു. അങ്ങേര് രാത്രി 11 മണിക്ക് ഇവിടെ ഈ മണ്ണ് ഇങ്ങനെ ഒരു ഉദയകുമാർ എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസറാണോ? ഉദയകുമാർ. അങ്ങേര് രാത്രി 11 മണിയായപ്പോ ഇവിടെ മണ്ണിടിച്ചിട്ട് ഓടി ഇവിടെ വന്ന് ഞങ്ങളോട് വേഗം മാറണം, ഇവിടെ കിടക്കാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ കാല് പിടിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞങ്ങൾ മാറില്ല സാറേ, കാരണം കഴിഞ്ഞ 9 വർഷം ഈ ആ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളെ സ്കൂളിൽ കൊണ്ടേ കിടത്തി ഞങ്ങളവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരാഴ്ച ഞങ്ങളുടെ ജോലിയൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും ആ ജോലി പോയത് പോട്ടെ, ഞങ്ങൾക്ക് പിന്നെ ജോലി സ്ഥലത്തോട്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ അത് ഞങ്ങളുടെ പണിയൊക്കെയും പോയി. പിന്നെ ഞങ്ങൾ ഈ വീട്ടുപണിക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഒരാഴ്ച അപ്പൊ ഞങ്ങൾക്ക് അവിടെ വേറെ ആളെ നിർത്തി. പിന്നെ ഇനിയിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം നമ്മുടെ സർക്കാർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇനി മണ്ണിടിഞ്ഞ് വീണ് ഞങ്ങൾ ഓരോരുത്തരും ഇതിന്റെ അകത്തോട് ചെത്താനും ശരി, ഞങ്ങൾ സ്കൂളിലോ മറ്റെവിടെയെങ്കിലും ഞങ്ങൾ മാറില്ല. അവിടെ എല്ലാ പ്രാവശ്യവും മഴക്കാലത്ത് മണ്ണ് ഇടിഞ്ഞു വീണ് അവരുടെ വീട്ടിലേക്കും അപകടം എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇത് പല പ്രാവശ്യവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാർ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ? എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ UDF ഭരണ കാലത്ത് ബെന്നി ബെഹനാൻ MLA ആയിരുന്ന കാലത്ത് ഇവിടെ വരികയും ഇവിടുത്തെ പ്രശ്നങ്ങൾ അന്ന് PA മുഹമ്മദ് അലി ആയിരുന്നു ഇവിടുത്തെ ചെയർമാൻ. അപ്പൊ അന്ന് ഇവിടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ വരികയും കണ്ട് പഠിക്കുകയും നമ്മുടെ ജില്ലാ കളക്ടർ രാജാമണിക്ക് ഉൾപ്പെടെ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പഠിക്കുകയും ബെന്നി ബെഹനാൻ MLA ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് 1,65,00,000 രൂപ ഇങ്ങോട്ട് പാസ്സാക്കിയതായിട്ട് ഇതിന് വേണ്ടിയിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഈ പരിസരത്തേക്ക് വേണ്ടിയിട്ട് ആ സൈഡിന് മാത്രമായിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഇത് പാസ്സാക്കിയിട്ട് ആ ഭരണസമിതി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ഓർഡർ ഞങ്ങള് ഇപ്പൊ പുതിയ ഭരണസമിതി ഇവിടുത്തെ തൃക്കാക്കര നഗരസഭ ഞങ്ങളുടെ പുതിയ 2015 ഭരണസമിതി കയറിയതിനു ശേഷമാണ് ആ ഓർഡർ വന്ന് ആ ഓർഡർ കൊണ്ടുവന്ന് കൊടുക്കുകയും അത് പല പ്രാവശ്യമായിട്ട് ടെൻഡർ ഇടാനൊക്കെ നോക്കിയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മള് കരിങ്കല്ല് കൊണ്ട് നെറ്റ് കെട്ടി അങ്ങനെ ബോംബെ മോഡൽ എങ്ങനെയുണ്ടാന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ എക്സി പറഞ്ഞു അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ അതിനൊക്കെ ടെൻഡർ ചെയ്യുകയൊക്കെ ചെയ്തു. ടെൻഡർ ചെയ്യാനിരുന്ന സമയത്ത് പലരും വന്ന് നോക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അന്നേരത്തൊന്നും നടന്നില്ല. പിന്നെ അങ്ങനെ 2-2.5 വർഷം പോയപ്പോ ഞാൻ 2018 മെയ് 9 ചെയർപേഴ്സണായി കയറുകയും ഏറ്റവും ഫസ്റ്റിലെടുത്ത ഫയൽ ഇത് തന്നെയാണ്.
അപ്പൊ ഇതെടുക്കുകയും അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് എക്സിയോട് സംസാരിച്ചു. അപ്പൊ എക്സി പറഞ്ഞു നമുക്ക് പ്രായോഗികമായ കാര്യങ്ങൾ നോക്കാമെന്നും പറഞ്ഞ് എസ്റ്റിം എന്ന കമ്പനിയെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മണ്ണ് പരിശോധനയ്ക്ക് വന്നു. ആ മണ്ണ് പരിശോധനയ്ക്ക് വന്ന സമയത്ത് പറയുന്നു ഈ മണ്ണ് പരിശോധിക്കുന്നിടത്ത് ഫയല് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയല്ല താഴെ 7 കുടുംബങ്ങൾ അവിടെ ഇരിക്കുന്നു, ഇപ്പുറത്ത് മേളിലാണെങ്കിലും 6 കുടുംബങ്ങൾ. അപ്പൊ അവിടെ സൗകര്യത്തിന്റെ അസൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഫയല് ചെയ്ത മണ്ണ് ചെള്ള മണ്ണാണ്, അപ്പൊ അതുകൊണ്ട് ഉറക്കില്ല എന്നുള്ളൊരു ഇതാണ് പറഞ്ഞത്. അത് നമ്മുടെ ബന്ധപ്പെട്ട MLA അറിയുകയും MLA PT തോമസ് സാർ ഇവിടെ വന്ന് സ്ഥലം കണ്ട്. അപ്പൊ PT തോമസ് നമ്മുടെ ഈ പറഞ്ഞ പ്രശ്നമുള്ള സ്ഥലത്ത് വന്നിരുന്നു. ആദ്യം വന്നിരുന്നത് നമ്മുടെ താഴെ ഈ പ്രൊവിഡൻസ് ഹോമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വഴി ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് നമുക്ക് വഴി തരാമെന്ന് അന്ന് പറഞ്ഞിരുന്നു. അത് പടിഞ്ഞാറ് ഭാഗത്തൂടി നമുക്ക് വഴി തരാമെന്ന് പറഞ്ഞു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കപ്പോ അത് സ്വീകാര്യമായില്ല. കാരണം 3-4 മീറ്റർ വഴിയല്ല, നമുക്ക് 5 മീറ്റർ വഴി വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചർച്ച നമ്മൾ നടന്ന് ചർച്ച അലസി. മണ്ണ് ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നുണ്ട്. അത് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് PT തോമസ് MLAക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? MLA വന്നപ്പോ പറഞ്ഞ ഇത്രയും രൂപ 1,65,00,000 രൂപ ഇവിടെ ചെലവഴിക്കുന്നതിന് നല്ലത് ഇവരെ ഈ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചാൽ അതല്ലേ ഏറ്റവും. അത് ബെന്നി ബെഹനാൻ MLA ആയിരുന്ന ആ ഒരു സമയത്താണോ ഈ എമൗണ്ട് ആ സമയത്താണ് പാസ്സാക്കിയത്. അപ്പൊ MLA വന്ന് ഇങ്ങനെ പറയുകയും ഞങ്ങള് നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജിജോ ചിങ്ങന്തറ, പിന്നെ നമ്മുടെ സെക്രട്ടറി വില്ലേജ് ഓഫീസർ വന്നിരുന്ന ഉദയൻ സാറായിരുന്നു വില്ലേജ് ഓഫീസർ. അപ്പൊ ഉദയൻ എന്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. ഞങ്ങള് അത് ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും വീണ്ടും നമ്മള് പല പ്രാവശ്യമായിട്ട് മീറ്റിംഗ് കൂടി ഇവരെ സ്ഥലം ഒരു അനുയോജ്യമായ സ്ഥലത്തേക്ക് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ നിലവിൽ അവിടെ അവർ താമസിച്ചുകൊണ്ട് നമുക്ക് പണിയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവരെ മാറ്റി താമസിപ്പിക്കാം എന്ന് പറഞ്ഞു. കാരണം മണ്ണ് അത്രയും ഹൈറ്റിലൊരു സൈഡ് വാള് ശരിയല്ല എന്നുള്ളത് കണ്ടുകൊണ്ടിട്ട് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇവിടെ ഉദയൻ തന്നെ നമുക്ക് വില്ലേജ് ഓഫീസർ ഉദയൻ തന്നെ നമുക്ക് സ്ഥലം കണ്ടെത്തുകയും പാറമടയുടെ അടുത്ത് 10ാം ഡിവിഷനില് റഫീഖ് പുതിയലിയുടെ വാർഡില് നമുക്ക് പാറമടയുടെ അടുത്ത് 10 അവിടെ സ്ഥലം കണ്ടെത്തി നമുക്ക് തരികയും ചെയ്തു. അങ്ങനെ മീറ്റിംഗ് വന്നു. പിന്നെ അതിനുശേഷം നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ അതിനുശേഷം ഇലക്ഷൻ വന്നു. അത് കഴിഞ്ഞ് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ പ്രളയം വന്നു. അപ്പൊ നമുക്ക് ആ ഭാഗത്തേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയില്ല. പ്രളയം വന്നപ്പോ എല്ലാവരും ആ ഒരു ശ്രദ്ധയിൽ വില്ലേജ് ഓഫീസർ എല്ലാവരും അങ്ങനെ. എന്നിട്ട് ഇപ്പം അത് ഏത് ലെവലിൽ നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് അത് വന്ന് നോക്കി ഇതിന്റെ ഇപ്പം ഇവിടെ പറ്റത്തില്ല, അവന് പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു സ്ഥലം കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുക ആ സ്ഥലം നമുക്ക് എടുത്തിട്ട് അപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഈ സമയമായിട്ടും ഇത്രയും നാളായിട്ടും അതിനകത്ത് ഇവരങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടികൾ എടുക്കാൻ സാധിക്കും? മാറ്റുന്നതിനുള്ള നടപടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ വില്ലേജ് ഓഫീസർ ഉദയന് ശേഷം വന്ന സജേഷൻ എന്നൊക്കെ പറഞ്ഞ വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാത്രി ഒരു 10 മണിയായപ്പോഴത്തേക്കും മണ്ണിടിച്ചിൽ വന്നപ്പോഴത്തേക്കും അവിടെ പരിസരവാസികൾ എന്നെ വിളിച്ച് ഞാൻ രാത്രി 10 മണിക്ക് ഞാനും ആ വില്ലേജ് ഓഫീസറെ വിളിച്ചിട്ട് വില്ലേജ് ഓഫീസർ ആലപ്പുഴയിൽ നിന്ന് വരുന്നതേ ഉള്ളായിരുന്നു. വില്ലേജ് ഓഫീസറും തൊട്ടടുത്തുനിന്ന് പ്രമേഷ് എന്ന് പറഞ്ഞ പ്രമേഷും കൂടി വില്ലേജ് ഓഫീസർ സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെ വന്ന് അവര് വന്ന് നോക്കി. അവര് വന്ന് ആ രാത്രി തന്നെ ഞങ്ങൾ 11 മണി എന്ന് വെച്ചാൽ കോരിച്ചൊരു മഴയായിരുന്നു. 1 മണിക്കൂർ മഴ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴെ ഇറങ്ങി സ്ഥലമൊക്കെ വീക്ഷിച്ച് പോന്നു. പിറ്റേ ദിവസം തന്നെ വില്ലേജ് ഓഫീസർ പിന്നെയും താമസയോഗ്യമാണോ? ഏതാ ഇപ്പൊ ഈ കണ്ട സ്ഥലം കുറച്ച് കാട് നിൽക്കണാറ് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് വെട്ടിക്കഴിഞ്ഞാലും നിരപ്പ് സ്ഥലമാണ്. തൊട്ടടുത്ത് പാറമടയുണ്ട്. പാറമടയുടെ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പൊ വില്ലേജ് ഓഫീസർ സജേഷ് സാറ് വന്ന് നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടയത്തിനുള്ള നടപടി ചെയ്തു. കാരണം അവർക്ക് അവിടെ 2-3 സെന്റ് വെച്ചിട്ടുള്ള പട്ടയം കൊടുക്കാനുള്ള നടപടി സാർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരെ കൊണ്ടും പട്ടയത്തിന് അപേക്ഷ എഴുതി കൊടുത്തു. പിന്നെ അതിനുശേഷം നിർഭാഗ്യമെന്ന് പറയട്ടെ സാറ് പെട്ടെന്ന് ഇവിടുന്ന് മാറിപ്പോയി. പിന്നെ വന്നേക്കുന്ന റോയ് സാറാണ്. പല പ്രാവശ്യം ഞാൻ റോയ് സാറിന്റെ അടുത്ത് പോയി. അപ്പൊ ഒരു ദിവസം സർവേയർ വന്നു അളക്കാനായിട്ട് വന്ന് സ്ഥലത്തെ കാണിച്ചു കൊടുത്തു. പിന്നെ ഇതുവരെ അതിന്റെ നടപടിയൊന്നും ആയിട്ടില്ല. ഏതായാലും കൗൺസിലർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഇത് ഇവർക്ക് വെച്ചാൽ ഇപ്പോഴും അടുത്ത മഴയായി. ഈ ഒരു സമയത്തും അവരുടെ അവസ്ഥ അത് തന്നെയാണ്. അപ്പം അതാണ് ഏറ്റവും പ്രശ്നം. നമുക്കൊരു തീരുമാനമാണ്. തീരുമാനത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഒരു മഴ വന്നാല് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാണെങ്കിൽ ഞാൻ സത്യത്തിൽ ഉറങ്ങാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാഴ്വാക്ക അല്ലെങ്കിൽ ഒരു മുഖം വിൽക്കാൻ വേണ്ടി പറയുന്നതല്ല. സത്യം പറഞ്ഞാൽ ഞാനും ഒരു സാധാരണക്കാരിയാണ്. ഞാനും അതേപോലുള്ള സ്ഥലത്ത് ബുദ്ധിമുട്ട് അറിയാവുന്ന ആളാണ്. ഞാൻ ഇത്രയും നാളും ഞാൻ അവിടെ താഴത്ത് എനിക്ക് നടക്കാൻ വയ്യാത്തതിന്റെ പേരിൽ അമ്മയ്ക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ അവിടെ മാറി ഇങ്ങോട്ട് മാറിയതാ. അവരുടേതായ ബുദ്ധിമുട്ട് എനിക്കറിയാം. കാരണം അത്രയും വലിയ മലയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അവിടെ ഒരു അപകടം വന്നാൽ ഏത് രീതിയിൽ വരും എന്നുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നുള്ള ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ 3 വർഷം ഞാൻ ഇപ്പൊ അവിടെ വലിയ മരങ്ങള് അവർക്ക് അപകടകരമായി നിന്ന് എല്ലാ വർഷവും മുൻകൂർ അനുമതി മേടിച്ചുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞതിന് മുമ്പ് 2 ആഴ്ചക്ക് മുമ്പ് അവിടെ ട്രീ കമ്മിറ്റി കൂടിയിട്ടുണ്ട്. വെട്ടാനുള്ള സംവിധാനങ്ങൾ വെട്ട് മാത്രമല്ല, അവരുടെ മെയിനായിട്ട് അവർ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അത് ഞാൻ അവിടെ പോയി കണ്ടു, എനിക്കത് ബോധ്യമായി. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവരുടെ ഈ പ്രശ്നം സോൾവ് ചെയ്യണം. കാര്യം അവിടെ നമുക്കിപ്പോ നിർത്തിക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് ചെയ്താലും അത്ര ശാശ്വതം തോന്നില്ല. അപ്പൊ പുനരധിവാസം തന്നെയാണ് നല്ലത്. നല്ലത് അത് ഞാൻ അവിടെ അന്വേഷിച്ചപ്പം അവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണ്. അവർക്ക് ആ സ്ഥലം ഒട്ടും ഇതിൽ താമസ യോഗ്യമല്ല ഇപ്പൊ നിലവില്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പുനരധിവാസം തന്നെയാണ്. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഈ പട്ടയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്കിപ്പം ചെയ്യാൻ, ഇപ്പം ഇവര് പട്ടയത്തിന് വരെയും അതേ ലെവലിൽ തന്നെ ആയെന്ന് പറയുന്നു. പിന്നെ ടോക്കൺ വരെ എന്തോ ഒരു ദിവസം വില്ലേജ് ഓഫീസിൽ എല്ലാം പറഞ്ഞു ടോക്കൺ വരെ ഇഷ്യൂ ചെയ്യാന്നുള്ള രീതിയിൽ ചെന്നിരുന്നു. പക്ഷെ അതിനുശേഷം ഉള്ളതൊന്നും ഇതുവരെ തീരുമാനമൊന്നും ആയില്ല എന്നുള്ളതാണ് സത്യം. സർവേയർ വന്ന് അളക്കാൻ വേണ്ടി സ്ഥലം വന്ന് നോക്കിയിട്ട് പോയായിരുന്നു. ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഈ അനുവദിച്ച സ്ഥലത്ത് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് ഇവർക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ അങ്ങോട്ട് മാറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ആദ്യം ചോദിച്ചായിരുന്നു താമസയോഗ്യമാണോ എന്ന്. അപ്പം അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കാം. എന്തെങ്കിലും അവിടെ പരിസരവാസികള് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വില്ലേജ് ഓഫീസർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ പരാതി അധികം പ്രാബല്യത്തിൽ വന്നില്ല. എങ്കിൽ പോലും അവിടെ നീരസമുണ്ട്. അങ്ങോട്ട് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട അവിടെയുള്ള പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പരിസരവാസികൾക്ക് പരാതി കൊടുത്തിരുന്നത്. അങ്ങനെ പരിസരവാസികൾ ഒരിക്കലും ഒരു പരാതി മനുഷ്യരില്ല വരുന്നത്, വേറെ ആരും അല്ലല്ലോ, മനുഷ്യരാണ് അങ്ങോട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് എതിർക്കേണ്ട ആവശ്യമില്ല. താമസയോഗ്യമായിട്ടൊരു സ്ഥലം എന്ന് നമ്മുടെ കൗൺസിലർ കൂടി പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് അത് അവിടെ താമസിക്കുന്നതിനോ മറ്റുള്ളവര് ഇഷ്ടക്കുറവ് പറയേണ്ടത് ആവശ്യമില്ല. കാര്യം അത് ഗവൺമെന്റ് തന്നെ അത് ചെയ്തു കൊടുക്കേണ്ടതാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഗവൺമെന്റ് ആണ്. അതിന് തീർച്ചയായിട്ടും ഈ പറഞ്ഞത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവർക്ക് ഈ പറഞ്ഞ സ്ഥലം താമസയോഗ്യം ആയതുകൊണ്ട് തീർച്ചയായും അവർ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മാറ്റുന്നതിന്റെ നടപടിയാണ് എടുക്കേണ്ടത്. 30 വർഷത്തോളമായി നിങ്ങൾ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. സമയമാവും ഇവിടെ നിന്ന് കൊണ്ടുപോകും, അവിടെ കൊണ്ട് കടത്തും. 10-15 ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു കൊണ്ടിടും. പരിപാടി കഴിഞ്ഞു. വീണ്ടും അടുത്ത കൊല്ലം വീണ്ടും ഈ ഇടിച്ചിലും മഴ വരുമ്പോഴത്തെ ആളുകളൊക്കെ ഓടിയെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം 2010 ഭരണസമിതി 2010 മുതലുള്ള ഭരണസമിതിയിൽ ഞാൻ അംഗമാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മഴ സീസൺ തുടങ്ങുമ്പോഴത്തേക്കും ഇതിനുള്ളൊരു അലയൊല കേൾക്കാം. പക്ഷെ മഴ സീസൺ കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് പിന്നീട് കെട്ടടങ്ങിയാണ് സാധാരണ ദിവസം. അത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യങ്ങൾക്കെതിരെ നമ്മൾ കണ്ടടിച്ചൊരു കാര്യമില്ല. ഞാനിത് എനിക്ക് തോന്നുന്നു 2012 തോന്നുന്നു അവിടെ കൗൺസിലറായിരുന്ന നമ്മുടെ ഡിക്സൺ കൗൺസില് വളരെ ശക്തമായിട്ട് ഉന്നയിക്കുകയും അത് ഫണ്ട് ഒരുപാട് നമ്മുടെ നഗരസഭയുടെ ഫണ്ടിൽ ലിമിറ്റിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ MLA ആയ ബഹുമാനായ ബെന്നി ബെഹനാൻ വഴിയാണ് അന്നത്തെ സർക്കാരിനോട് ഇതിനുവേണ്ടി തുക ചോദിക്കുകയും എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 1,60,00,000 രൂപ 65 ലക്ഷം രൂപ എന്തോ അന്ന് അനുവദിച്ചുമാണ് സർക്കാർ. പക്ഷെ അന്നും ഈ പറഞ്ഞമാതിരി ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരു സംശയങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഏകദേശം 9 മീറ്റർ ഹൈറ്റ് ഉണ്ട് എന്നാണ് എന്റെ ഒരു ചെറിയൊരു ഓർമ്മ. എനിക്ക് അത്ര വ്യക്തതയില്ലെങ്കിൽ 10 മീറ്റർ മുകളിലുണ്ട്. അതെ 10 മീറ്റർ. സ്വാഭാവികമായിട്ട് സിവിൽ സ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബേസ് അതിന്റെ പകുതിയെങ്കിലും വരണം. അതാണ് സേഫർ സൈഡ്. 10 മീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ 5 മീറ്റർ ബേസ് വേണം. അപ്പൊ അതുമായിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നു. ഒരിടക്ക് അതിന്റെ റബൽ മേസണറി എന്നുള്ളൊരു പ്രപ്പോസലായിട്ട് വന്നു. അതിന്റെ ടെൻഡർ ചെയ്തു. പക്ഷേ നഗരസഭയാണോ? അതൊക്കെ നഗരസഭ അതിന്റെ നേതൃത്വത്തിലാണ് ചെയ്തത്. അതൊക്കെ നഗരസഭയുടെ നേതൃത്വത്തിൽ ചെയ്തു. പക്ഷെ എന്തോ അത് ടെൻഡർ ചെയ്തെങ്കിലും കഴിഞ്ഞ ഭരണസമിതി തന്നെ എന്തോ ടെൻഡറിന്റെ അവസാനത്തെ സ്റ്റേജിലെത്തിയെങ്കിലും ടെൻഡർ ചെയ്തില്ലായിരുന്നു. പിന്നീട് 2015 പുതിയ ഭരണസമിതി വന്നപ്പോൾ നമ്മുടെ അന്നത്തെ കുമാരി ചെയർപേഴ്സണായിട്ട് കുമാരി കെ കെ നീനു ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴാണ്
ഇത് ടെൻഡർ നടപടിയിലേക്ക് കടന്നെന്നാണ് എന്റെ വ്യക്തമായ ഓർമ്മ. പക്ഷെ ടെൻഡർ നടപടിയിലേക്ക് ടെൻഡർ ചെയ്തിട്ടും ഇത് എടുക്കാൻ ആരും വന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അവിടുത്തെ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് പണിയാനുള്ള പോരായ്മകൾ, ന്യൂനതകൾ, അതിന് സൗകര്യങ്ങളില്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ 5 മീറ്റർ വീതി ബേസ് എന്തോ വേണമെന്നാണ് സ്ട്രക്ചറൽ ഡിസൈനുടെ. അത് കൂടാതെ 5 മീറ്റർ വീതി എടുക്കുമ്പോൾ ഇതിന്റെ ഫൗണ്ടേഷൻ ഫയൽ ഫൗണ്ടേഷൻ ചെയ്യണം. അതിന്റെ കാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അത് വെക്കാനുള്ള സൗകര്യമില്ല. ഫയലിങ്ങിന്റെ ഈ സാധനങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരാനുള്ള സൗകര്യമില്ല. അങ്ങനെ ആരും എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പിന്നീട് ഇതിന്റെ ഒരു ഫർദർ നമ്മൾ നടപടിയിലേക്ക് പോയത് ഇത് സാധിക്കും എന്നുള്ളതിനെ പറ്റി നമ്മുടെ നഗരസഭയുടെ തന്നെ മുഖ്യ കൺസൾട്ടൻസി ഏജൻസിയായ നമ്മുടെ നഗരസഭയുടെ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്, അതുപോലെ PHS സെന്ററൊക്കെ ഡിസൈൻ ചെയ്ത കൺസൾട്ടൻസി ഏജൻസിയായ നമ്മുടെ എസ്റ്റീൻ ഡെവലപ്പേഴ്സിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അവരുടെ എക്സ്പെർട്ട് എഞ്ചിനീയേഴ്സ് വന്ന് സൈറ്റിൽ വന്ന് നോക്കിയിട്ട് അവര് ഒരു സംശയമില്ലാത്ത രീതിയിൽ പറഞ്ഞു ഇത് ഇവിടെ ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന്റെ മെഷീനറിയും സാധന സാമഗ്രികളും ഈ ഫയലിംഗ് നിർബന്ധമായിട്ട് വേണം. ഫയലിംഗ് ഇല്ലാതെ അങ്ങനെ സ്ട്രക്ചർ അവിടെ നിൽക്കില്ല എന്നവർ തറപ്പിച്ചു പറഞ്ഞു. ഈ ഫയലിംഗിന്റെ ഇൻസ്ട്രുമെന്റ് കൊണ്ടുവരാനുള്ള സാഹചര്യമില്ല. വന്നാൽ തന്നെ അത് സെറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല. അതിന്റെ സാഹചര്യത്തിൽ ഇത് ഇവിടെ ഫീസിബിൾ അല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അവർ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞത് ശരിയാണ്. ഞാൻ ആ സൈറ്റ് പോയി നോക്കിയായിരുന്നു. ഇത് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. കാര്യം അവിടെ ഇപ്പം നിലവിലുള്ള റോഡിന്റെ വീതി, പിന്നെ തൊട്ട് ചേർന്ന് വീട്, താഴത്താണ് വീട് ചേർന്നുണ്ട്, മുകളിൽ മുകളിലും. അപ്പൊ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഫയലിംഗ് അവിടെ ചെയ്തും ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്തും. അതുപോലെ തന്നെ ആദ്യം RR കാര്യം പറഞ്ഞു. മുനിസിപ്പാലിറ്റി ഒരു എസ്റ്റിമേറ്റ് എടുത്തു അതിന്റെ കാര്യങ്ങൾ. അപ്പം ഒരു RR ഒരിക്കലും അതവിടെ ഒരു ഫീസിബിൾ അല്ല. ഒരു കാരണവശാൽ ചെയ്താൽ നിൽക്കൂല, തിരിച്ചു പോകും. അപ്പൊ അത് RCC തന്നെ ചെയ്താലേ പറ്റും. RCC ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫയലിംഗ് അതിന്റെ സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? സോയിൽ ടെസ്റ്റ് നടത്തിയാണ്. ശരി, സോയിൽ ടെസ്റ്റ് നടത്തിയപ്പോ അതിന്റെ റിപ്പോർട്ട് എന്തായിരുന്നു? നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോയിൽ ടെസ്റ്റ് നടത്തിയതിലാണ് ഇതില് മസ്റ്റായിട്ടും ഫയലിംഗ് വേണം. ഫയലിംഗ് ഇല്ലാതെ ഇങ്ങനെ സ്ട്രക്ചർ അവിടെ നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് കട്ട് ചെയ്യാനും അത് താഴത്ത് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ മേളിൽ നിന്ന് സ്ലൈഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ ലൂസ് വൈലാണ്. അപ്പൊ സ്ലൈഡ് ചെയ്ത എല്ലാ വീടുകളും, മേലിലുള്ള വീടുകളെല്ലാം കൂടി താഴേക്ക് വരും. താഴെ നിന്ന് പണിയാനുള്ള വർക്കേഴ്സിന്റെ സേഫ്റ്റി സൈഡ് ഇതെല്ലാം നോക്കുമ്പോൾ വളരെ റിസ്ക് ഫാക്ടർ വളരെ കൂടുതലാണ്. ജില്ലാ ആസ്ഥാനത്ത് വെച്ചിട്ട് ഒരു ഒരു മീറ്റിംഗ് വിളിക്കുകയുണ്ടായിരുന്നു. അതിന് ജില്ലാ കളക്ടർക്ക് പങ്കെടുക്കാൻ എന്തൊരു അസൗകര്യം ഉണ്ടായിട്ട് എന്റെ ഓർമ്മ അന്ന് ADM ആണ് അന്ന് സാന്നിധ്യത്തിലാണ്. MLA അധ്യക്ഷതയിൽ നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. ആ പ്രദേശവാസികളുണ്ടായിരുന്നു, വാർഡ് കൌൺസിലർ ഉണ്ടായിരുന്നു, വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു, തഹസിൽദാർ ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു, നമ്മുടെ നഗരസഭ സെക്രട്ടറി. അങ്ങനെ അത്യാവശ്യം എല്ലാവരും കൂടി ഇന്ന ചർച്ചയിൽ നമ്മുടെ എസ്റ്റീൻ ഡെവലപ്പേഴ്സ് അവരുടെ സാധ്യതാ റിപ്പോർട്ട്, ഇതുമായിട്ടുള്ള പഠന റിപ്പോർട്ട് സമർപ്പിക്കുകയും അവർ വളരെ അസന്നിഗ്ധമായിട്ട് പറയുകയുണ്ടായി. ഈ ഒരു സ്ട്രക്ചർ അവിടെ ഫീസിബിൾ അല്ല, സാധ്യമല്ല, അത് വലിയ റിസ്ക് ആണ്. കൺസ്ട്രക്ഷൻ സമയത്താണെങ്കിലും അതിനുശേഷമാണെങ്കിൽ ഈ പറഞ്ഞാൽ റിസ്ക് ഫാക്ടർ കൂടുതലാണ്, അവിടെ സാധ്യമല്ല എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് അവർ അവിടെ പറഞ്ഞു. പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ പ്രദേശവാസികളെ, താഴത്തുള്ളവരും മേളിലുള്ളവരും നമ്മൾ സുരക്ഷിതമായ മറ്റു ഏതെങ്കിലും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തുള്ള സ്ഥലത്ത് കണ്ടുപിടിച്ച് ഇവരെ അങ്ങോട്ട് പാർപ്പിക്കുക അല്ലെങ്കിൽ മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഓപ്ഷൻ. ഒരു പെർമനന്റ് സൊല്യൂഷൻ അതാണെന്നുള്ളത് വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ വില്ലേജ് ഓഫീസർ അപ്പൊ തന്നെ ആരായും ഇത് എവിടെയാണ് നമുക്ക് ഇവർക്ക് പറ്റിയ സ്ഥലം, വലിയ ദൂരേക്ക് മാറി വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം, അവരൊക്കെ ആ ഭാഗത്ത് തന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നതിനും അതിന്റെ മറ്റുള്ള വ്യവസ്ഥകളെല്ലാം അവരവിടെ തന്നെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ വില്ലേജ് ഓഫീസർ അന്ന് എന്റെ ഓർമ്മ റിട്ടയർഡായ ഉദയകുമാറാണ് അത്, അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അവിടെ തന്നെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം എന്നുള്ള വളരെ മിനിറ്റ്സ് റെക്കോർഡുണ്ട്, മിനിറ്റ്സും ഉണ്ട്, അതിന്റെ എല്ലാം ഉണ്ട്. അപ്പൊ MLA പറഞ്ഞ് എത്രയും സ്പീഡിൽ ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം സ്വാഭാവികമായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റും MLAയും കൂടി
ജില്ലാ കളക്ടറിന്റെ അഭാവത്തിൽ ADM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നഗരസഭ അവിടെ അതിന് പ്രാധാന്യമില്ലാതെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അതിൽ പിന്നെ അതിന്റെ ഫോളോ അപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഞങ്ങളല്ല പിന്നെ ഈ സ്ഥലം ഏറ്റെടുക്കേണ്ടതും മറ്റുള്ള കാര്യം ജില്ലാ ഭരണകൂടവും മറ്റുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിന് നേതൃത്വം കൊടുക്കേണ്ടതും MLA ആണ് സ്വാഭാവികമായിട്ടും അതിനെ ഫോളോ അപ്പ് നടത്തേണ്ടത് മറ്റുള്ള കാര്യം. അതിനുശേഷം ഇപ്പൊ ഇങ്ങനെ ഏകദേശം 2 വർഷമായി എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഈ പ്രളയം വന്നു, പ്രളയം ബാധിത പ്രശ്നങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഇപ്പൊ കോവിഡിന്റെ ഒരു വിഷയം ഉണ്ടായിരിക്കാം, അതൊന്നും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് ഞാൻ ഇപ്പൊ സംശയിക്കുന്നു. അങ്ങനെയാണ്. ശരി, ഏതായാലും ഇവർക്ക് ആ പുനരധിവാസം ഒരു പാറക്കുളത്തിന്റെ ഭാഗത്ത് അത്താണിയിൽ തന്നെ ഇവരുടെ ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലം കണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കി. ശരിയാണ്. അത് താമസയോഗ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ നമ്മുടെ അഭിപ്രായത്തിൽ? അല്ല, അതിന് കുറെ ഭാഗം താമസയോഗ്യമല്ലാത്ത സ്ഥലമുണ്ട്, കുറച്ച് ഭാഗം. അതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുളത്തിന്റെ ഏതൊരു സൈഡുണ്ട്, അതിൽ നിന്ന് കുറെ വിട്ട് നമുക്ക് കുളത്തിൽ നിന്ന് ഇങ്ങനെയുള്ളതാണെങ്കിൽ 2 മീറ്റർ മാറി 2 മീറ്റർ അല്ല, 2 മീറ്ററും അല്ല, അതിനേക്കാൾ കൂടുതൽ റോഡുണ്ട്. ഒരു റോഡ് അതിനിടക്കൂടെ പാറക്കുളത്തിന്റെ സൈഡിലൂടെ റോഡുണ്ട് മനസ്സിലായി. അതെ അതെ. ആ റോഡും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലം. പിന്നെ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രശ്നമില്ല, സാധ്യതയില്ല. അതേപോലെ അതിൽ തന്നെ നല്ല സ്ഥലമായിട്ട് തിരിച്ചു മാറ്റി ഇവർക്ക് കൊടുക്കാം. ആട് മുഴുവൻ പേര് അവിടെ പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ആ സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് ഇത് വഴിയുടെ വലത് സൈഡാണെങ്കിൽ മറ്റത് വഴിയുടെ ഇടത് സൈഡ് നല്ലൊരു പ്രോപ്പർട്ടി കിടപ്പുണ്ട്. ഇതുപോലെ നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ട് അതും കാണിച്ചായിരുന്നു. അപ്പൊ 2 സ്ഥലത്തായിട്ട് ഇവരെ നമുക്ക് മാറ്റി പാർപ്പിക്കാം എന്നുള്ള ധാരണയാണ് നമ്മളുണ്ടായത്. ശരി, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇത് അളന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം അളന്ന് ഇഷ്ടപ്പെടുത്തിയ ഒരു ടോക്കൺ വരെയും വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ അവരെ അറിയിക്കുകയും അവരത് അവരായിട്ട് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ടോക്കൺ ഇഷ്യൂ ചെയ്തിട്ടില്ല. അതിനുശേഷം എന്തുവരെ ആയി ഏതായി എന്നുള്ള രീതിയിൽ ഒന്നും അവർക്കറിയില്ല. അവർക്കറിയാവുന്ന എന്നുള്ളൂ ഈ മഴ പെയ്യുന്ന സമയമാകുമ്പോൾ ഇടിഞ്ഞു വീഴും, വീട്ടിലേക്ക് എന്തെങ്കിലും ഇടിഞ്ഞു വീഴുമ്പോൾ ആരെങ്കിലും പോലീസോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ വന്നിട്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും. എല്ലാ പ്രാവശ്യവും ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ബാക്കി ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് എന്തുവരെ ആയി, ഏതുവരെ അവരുടെ ഇവിടുന്ന് പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് എവിടെ വരെ എത്തിയെന്ന് പോലും അവർക്കറിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇനി അടുത്തത് അവരെന്ത് ചെയ്യാൻ സാധിക്കും, എവിടെയാണ് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ നഗരസഭയായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് അല്ല ഇപ്പൊ അവരുടെ ഉള്ളത്. അപ്പോ സ്വാഭാവികമായിട്ടും ഇതില് അന്ന് വിളിച്ചുകൂട്ടിയ MLA യുടെ നേതൃത്വത്തിൽ ഒരു മൂവ്മെന്റ് കൂടി നടത്തേണ്ടതുണ്ട്. MLA അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം. MLA വഴി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ജില്ലാ ഭരണകൂടം ഉണർന്നോളൂ. കാരണം ജില്ലാ ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇഷ്യൂ അല്ല. ഉദ്ദേശിച്ചത് ഇഷ്യൂ അല്ല എന്ന് വെച്ചാൽ അവർ ഇതിനേക്കാൾ വലിയ പല ഇഷ്യൂസും അവർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊറോണയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ള പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് അവർ അപ്പൊ നമ്മുടെ പ്രഷർ, അതായത് ഇപ്പോൾ MLA ആണെന്ന് വിളിച്ചു ചെയ്ത MLAക്ക് കുറേ കൂടി സ്വാധീനമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം.
2010-15 കാലയളവിലാണ് ഞാൻ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് കൗൺസിലറാണ്. അതിനു മുമ്പ് തൃക്കാക്കര ഗ്രാമപഞ്ചായത്ത് ആയിരുന്നു. നാൻസി ടോമി വാർഡ് കൗൺസിലർ ആയിരിക്കുന്ന സമയത്ത് അതിനു മുമ്പ് ഇതിനകത്ത് ഇവര് 10-20 വർഷക്കാലമായിട്ട് ഒരു ശ്മശാനം പണിയുന്നതുമായി ബന്ധപ്പെട്ടാണ് റോഡ് പുറമ്പോക്കിൽ താമസിക്കുന്ന ഇവരെ ആ പ്രദേശത്തേക്ക് മാറ്റി താമസിപ്പിക്കുന്നത്. അവിടെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് വൈദ്യുതി ഇല്ലായിരുന്നു പറഞ്ഞപ്പോൾ നാൻസി പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ ആ കാലഘട്ടത്തിലാണ് വൈദ്യുതി പോസ്റ്റ് അടക്കം അവിടെ കൊണ്ടുപോയിട്ട് വൈദ്യുതി കൊടുക്കുകയും അതിനുശേഷമാണ് അവർ ഞങ്ങളോട് പറയുന്നത് അവർക്ക് പട്ടയമില്ല. അപ്പോൾ 2009 കാലഘട്ടത്തിൽ അവർക്ക് പട്ടയം വാങ്ങുന്നതിനുള്ള എല്ലാ സാഹചര്യം ഒരുക്കി. അന്ന് ഒരു പട്ടയമേളയിൽ ആ കോളനിയിൽ നിന്നുള്ള ഒരാൾക്കാണ് പട്ടയം ആദ്യമായിട്ട് അന്ന് മിനിസ്റ്റർ കെ പി രാജേന്ദ്രൻ മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പട്ടയം കൊടുക്കുന്നത്. നമ്മൾ അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അതിനകത്ത് മുഴുകിയിരിക്കുന്ന സമയത്താണ് 2010 തെരഞ്ഞെടുപ്പിൽ ഞാൻ അവിടെ കൗൺസിലറായിട്ട്. അതിനുശേഷം 2012 അവിടെ ശ്രീ ബെന്നി ബെഹനാനാണ് അവിടുത്തെ MLA ആ കാലഘട്ടത്തിൽ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് നമ്മൾ കുറെ നിവേദനങ്ങളെല്ലാം ആ കോളനി നിവാസികളുടെ നേതൃത്വത്തിലും വ്യക്തിപരമായി ഞാൻ എന്റെ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞു. ദീർഘകാലം ഇതിന്റെ ഒരു സമര പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെയാണ് 2012 അവസാനത്തോടുകൂടി ശ്രീ ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ 1,63,00,000 രൂപ ആ സൈഡ് ഭിത്തി പണിയുന്നതിന് വേണ്ടി ഗവൺമെന്റ് അനുവദിച്ചു. ആ ഫണ്ട് 2016 വരെ ആ ഫണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അന്ന് അറിയാൻ സാധിച്ചത്. പക്ഷെ അതിനകത്തുള്ള ഒരു കുഴപ്പം, എന്തുകൊണ്ട് അത് ആ സമയത്ത് അത് ചെയ്യാൻ സാധിച്ചില്ല? അത് സാധിക്കാതിരുന്നത് അതിനകത്ത് അന്ന് 2012 MLA ആ ഫണ്ട് പാസ്സാക്കി തരുമ്പോഴും ഇവിടെയുള്ള PWD അടക്കമുള്ള, അന്ന് നിർമ്മിതി അടക്കമുള്ള, ജില്ലാ ഭരണ സമിതി അടക്കമുള്ള ആളുകളുടെ അനാസ്ഥയാണ് ആ വർക്ക് അത് ചെയ്യാൻ കഴിയാതെ പോയത്. ടെക്നിക്കൽ സാങ്ഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വർക്ക് ഇല്ലായ്മ ചെയ്ത് 1,63,00,000 രൂപ ലാപ്സ് ആകുന്ന തരത്തിൽ ആ ഫണ്ട് ഇല്ലായ്മ ചെയ്ത് കളഞ്ഞത് അന്നത്തെ ഭരണസമിതിയാണ്. മറ്റൊന്ന്, ഞാനൊന്ന് അവിടെ ചെന്ന് ഈ വിവരങ്ങളെല്ലാം അന്വേഷിച്ചായിരുന്നു. അപ്പൊ അവിടുന്ന് മനസ്സിലായത്, അവിടുന്ന് സോയിൽ ടെസ്റ്റ് വരെ ചെയ്തായിരുന്നു ആ സ്ഥലത്ത്. അവിടെ നമുക്കത് റിട്ടേൺ വാൾ ചെയ്യണമെങ്കിൽ ഫയലിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ സോയിൽ ടെസ്റ്റ് വരെ ചെയ്തതായിട്ട് മനസ്സിലായി. അത് കഴിഞ്ഞ ഒരു ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിരുന്നു. അത് അവിടെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ, ചെയ്യാൻ പറ്റുമോ, തൊട്ടടുത്ത് വീടുകൾ, മേളിലും താഴത്തും അടുത്തടുത്ത് വീടുകളും എല്ലാം ഉള്ളതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പഠനം നടത്തിയിരുന്നു. ഏതൊരു ഏജൻസി ഏൽപ്പിച്ചതിന് പഠനം നടത്തിയായിട്ട് മനസ്സിലാകും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് അത് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് ഉണ്ടെന്നും അവരെ പുനരധിവസിപ്പിക്കുന്ന രീതിയിൽ അവിടെ നിന്ന് മാറ്റി മറ്റൊരു താമസയോഗ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സ്ഥലം കൂടി കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാം? 2012 ഈ തുക അനുവദിച്ച് ഗവൺമെന്റ് ഈ തുക അനുവദിച്ചപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് വരാനായിട്ട്, അതായത് ഇവരുടെ ഈ പ്രദേശത്തേക്ക് വർക്ക് ചെയ്യാനായിട്ട് PWD ഉദ്യോഗസ്ഥന്മാര് അവർക്ക് അവിടെ സാധിക്കില്ല എന്ന് പരസ്യമായി പറയുകയും അതിന് കാരണം എന്തൊക്കെ ആയിരിക്കാം? മെറ്റീരിയൽ ഇറക്കാൻ കോൺട്രാക്ടർമാർ വർക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതിനുശേഷം നിർമ്മിതി എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും അതിനുശേഷം കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും ഇവര് ഈ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും നിർമ്മിതിയും ഈ വർക്ക് എടുക്കില്ല എന്ന് പറയുകയും PWD വേറെ ഒരു രീതിയിൽ വീണ്ടും ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് അന്നത്തെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് PWD വീണ്ടും സമ്മർദ്ദം ചെലുത്തിയപ്പോൾ PWD വീണ്ടും എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ഏതാണ്ട് 2 ചില്ലാനും കോടി രൂപയുടെ ചെലവ് കൂടി എസ്റ്റിമേറ്റ് കൂട്ടി ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ എമൗണ്ട് കൂട്ടി PWD കൊണ്ടുവരികയും ഇതെല്ലാം ഒരു വർക്ക് ചെയ്യാതിരിക്കാനായിട്ടുള്ള അന്നത്തെ അതായത് ഭരണാധികാരികൾ, അതായത് ഉദ്യോഗസ്ഥന്മാരും അന്നത്തെ ഉദ്യോഗസ്ഥന്മാരാണ് ഒരവസ്ഥയാണ്. ജില്ലാ കളക്ടർ അടക്കം ജില്ലാ നമ്മുടെ ഈ പറഞ്ഞ എവിടെ കേട്ടിട്ടും അതായത് പല ഏജൻസികളും വന്ന് നോക്കി, കോൺട്രാക്ടർ അങ്ങനെ പല രീതിയിൽ നോക്കിയിട്ട് നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
അതപ്പോ അവിടെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്നത്. ഒരാളല്ല, പല പല ആളുകൾ വന്ന് ഇതിനെക്കുറിച്ച് നോക്കുകയും മനസ്സിലാക്കുകയും ഇതെല്ലാം ചെയ്തു, PWD ഉൾപ്പെടെ. പക്ഷെ അവർക്കൊക്കെ അത് ചെയ്യാനായിട്ട് അസൗകര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി ഇപ്പോൾ നമ്മളത് പുനരധിവാസത്തെ കുറിച്ചാണല്ലോ അതിനുശേഷം നമ്മൾ ആലോചിച്ചത്. അപ്പൊ അതെന്തായെന്നുള്ളതാണ് നമുക്കറിയുന്നത്. ഈ അവിടെ അത് ഞാൻ പറയാം, 2012 തന്നെ ഈ ഫണ്ട് പാസ്സാകുമ്പോൾ തന്നെ അവിടെ അതിന്റെ മുകളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി താമസിപ്പിക്കണം അന്നത്തെ ജില്ലാ കളക്ടർ ഷെയ്പ്പ് ചെയ്ത് ഒരു അഭിപ്രായം പറയുകയും ആ അഭിപ്രായത്തിന്റെ ഫലമായി നമ്മൾ അവിടെയുള്ള മുകളിൽ താമസിക്കുന്ന ആ കുടുംബക്കാരോടെല്ലാം സംസാരിച്ചു. പക്ഷേ അന്ന് അവിടുന്ന് ആളുകൾ മാറി താമസിക്കാൻ തയ്യാറല്ലാത്ത ഒരു സാഹചര്യം വന്നു. അല്ലെങ്കിൽ അന്ന് ഈ പണം ഉപയോഗിച്ച് ഈ ആളുകളെ വേറെ എവിടെയെങ്കിലും ഭൂമി വാങ്ങി ഇവരങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണം തീരുമാനിച്ചു. അവർ മാറി താമസിക്കില്ല എന്ന് ആദ്യത്തെ ഒരു ചർച്ചയിൽ അവർ പറയുകയും അതിനുശേഷം കൂടുതൽ സങ്കീർണമായി ഇത് മണ്ണിടിച്ചിലങ്ങത് ഓരോ വർഷവും ജീവനാപത്ത് വരുന്ന ഒരു തരത്തിലുള്ള 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് കല്ലിടിഞ്ഞ് വീഴുന്നത്, മണ്ണിടിഞ്ഞ് വീഴുന്നതും. ആളുകള് വിളിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് നിൽക്കും, ഞാനൊരു കുറയുമായി അവിടെ ചെന്ന് നിൽക്കുന്നല്ലാതെ എനിക്ക് ഈ മണ്ണിടിച്ച് തടഞ്ഞു നിർത്താൻ കഴിയില്ല. പക്ഷെ അന്ന് തന്നെ പിറ്റേ ദിവസം രാവിലെ ഉദ്യോഗസ്ഥന്മാരെടുത്തില്ലും ജില്ലാ കളക്ടറെത്തില്ലും നമുക്കതല്ലേ സാധിക്കുള്ളൂ. ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് ഒരു വാർഡിലുണ്ടാകുന്ന പ്രശ്നം ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ എത്തിക്കുക, വേണ്ട നടപടികൾ കൈക്കൊള്ളുക. അതിനുവേണ്ടി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ജനപ്രതിനിധി ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ദിവസം തന്നെ അത് ആരംഭിച്ചേക്കാം എന്നുകൊണ്ട് ഉറപ്പ് പറഞ്ഞു വിടും. അപ്പൊ ആ സമയം അതിനുശേഷമാണ് നമ്മള് ഈ 2016, 2017 ഇപ്പൊ ഈ ഭരണസമിതി വന്നതിന് ശേഷം അവിടെ വീണ്ടും നമ്മൾ കരിങ്കല്ല് കൊണ്ട് വിത്ത് നിർമ്മിക്കാൻ ഉള്ളൊരു നിർദ്ദേശം മുനിസിപ്പാലിറ്റിക്ക്, ഈ ഫണ്ട് മുനിസിപ്പാലിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു. ഏതായാലും കരിങ്കല്ല് കൊണ്ടൊന്നും കെട്ടിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നം സോൾവ് ആവില്ല. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കാര്യമില്ല, അത് നടക്കാത്ത കാര്യമാണ്. ഒരു കാരണവശാലും അത് ചെയ്തു കഴിഞ്ഞാലും അത് ഇടിഞ്ഞു വീഴും എന്നുള്ളത് 100% ഉറപ്പാണ്. ഫയലിംഗ് ചെയ്തു വരെയും ഇത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചെയ്യാനുള്ള സൗകര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാനിപ്പോ അവിടെ ചെന്നപ്പം അവിടെയുള്ള പ്രദേശവാസികൾ എല്ലാവരും ഈ പറഞ്ഞ രാത്രി വീട്ടിൽ മര്യാദ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള എല്ലാവരും പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നും ഇനി പല പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും ജനപ്രതിനിധികളുടെ അടുത്തും പറഞ്ഞ് അവർ മടുത്തു എന്നുള്ള രീതിയിൽ വരെ അവർ സംസാരിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് പുനരധിവാസമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ നോക്കിയ സ്ഥലം, ആ സ്ഥലത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇനി എന്തെങ്കിലും അത് കിട്ടാൻ വഴിയുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് ഇവരെ മാറ്റി പാർപ്പിക്കാനായിട്ട് നമുക്ക് ഇതുവരെ സാധിക്കാത്തത്? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ തന്നെ ഒരുപാട് മിച്ചഭൂമികളും സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരിക്കുന്ന റവന്യൂ പുറമ്പോക്ക് ഭൂമികളും ഈ ഗവൺമെന്റ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ ഭാഗമായി തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ കാക്കനാട് വില്ലേജും വാഴക്കാല വില്ലേജും കേന്ദ്രീകരിച്ച് അതാത് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഗവൺമെന്റിന്റെ ആ നയ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി എല്ലാ റവന്യൂ പുറമ്പോക്ക് ഭൂമികളും സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന 15 സെന്റ് സ്ഥലത്തിനോ 10 സെന്റ് സ്ഥലത്തിനോ മേളിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി അവർക്ക് അർഹതപ്പെടാത്ത ഭൂമിയാണെങ്കിൽ ആ ഭൂമി തിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അങ്ങനെ തിരിച്ചെടുത്ത ഭൂമിയിൽ പെടുന്ന കുറച്ച് ഭാഗം അത്താണിയിൽ തന്നെ ഉള്ള പ്രദേശത്ത് അവിടെ ഒരു പാറമട, വലിയ പാറമടയുണ്ട്. ആ പാറമടയോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് റവന്യൂ പുറമ്പോക്ക് ഭൂമി ഇവർക്ക് വേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ ചൂണ്ടിക്കാണിച്ചു. അതിന് അന്നത്തെ ജില്ലാ കളക്ടർ മുഹമ്മദ് സഫറുള്ള എന്ന് പറയുന്ന ജില്ലാ കളക്ടറെ അതിനുവേണ്ടി ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതിന്റെ പുറകിൽ നമ്മൾ ഒരുപാട് പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോയതാണ്. പക്ഷേ നാളിതുവരെയായിട്ട് കഴിഞ്ഞ മഴ പെയ്ത് പ്രളയം വലിയ ഒരു ദുരന്തം നമ്മുടെ ഈ കേരള സംസ്ഥാനം തന്നെ തകർന്നു പോകുന്ന സാഹചര്യത്തിൽ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് 21 കോളനി പൂർണ്ണമായും മണ്ണിനടിയിൽ പോകാതിരുന്നത്. പക്ഷെ ഇനി അത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ പ്രളയം കഴിയുമ്പോൾ തന്നെ അത് അവർക്ക് വേണ്ട ഭൂമി അവിടെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകൾ അതിനകത്ത് കുറ്റക്കാരാണ്. അന്ന് ഇന്നത്തെ വില്ലേജ് ഓഫീസർ അല്ല, അന്നത്തെ വില്ലേജ് ഓഫീസർ കുറ്റക്കാരാണ്. ആ ഭൂമി കൊടുക്കാൻ കുറ്റക്കാരനുണ്ടെങ്കിൽ അദ്ദേഹം വരെ അതിനകത്ത് അനാസ്ഥ കാണിച്ചു എന്നുള്ളതാണ്. കൊടുക്കാൻ തയ്യാറായി എല്ലാ പേപ്പറുകളും പൂർത്തീകരിച്ചു എന്നാണ് അന്നത്തെ വില്ലേജ് ഓഫീസർ പറഞ്ഞത്. ശരി, ഇതുവരെയായിട്ട് അവർക്ക് പട്ടയം കൊടുക്കുന്ന രീതിയിൽ വരെ ടോക്കൺ ഇഷ്യൂ ചെയ്യാന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു. വില്ലേജ് ഓഫീസർ വരാൻ വരെ അവരടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ടും ഒരു ടോക്കണും ഇല്ല, ഒന്നുമില്ലാത്തൊരു കണ്ടീഷനാണ്.
അവർക്ക് അവിടുത്തെ താമസിക്കാൻ പറ്റാത്ത പട്ടയം മറ്റേ കൊടുക്കാന്ന് പറയുന്നു, പ്ലോട്ട് തിരിച്ച് ഓരോ പ്ലോട്ടിന്റെ ടോക്കൺ കൊടുക്കാന്നുള്ള രീതിയിൽ വരെയായി പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് അന്നിരുന്ന വില്ലേജ് ഓഫീസർ ഇന്നത്തെ വാർഡ് കൗൺസിലറോട് പറഞ്ഞു, അതിന്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞിരിക്കണം, നറുക്കെടുപ്പിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്, അടുത്ത ദിവസം നറുക്കെടുക്കും എന്ന് പറഞ്ഞു. അപ്പോ അവിടെ കോളനി നിവാസികൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഡിക്സി ഇങ്ങനെ നറുക്കെടുപ്പ് നടക്കാൻ പോണെന്ന്, അതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലാൻ വേണ്ടിട്ട് വില്ലേജ് പറഞ്ഞു. ശരി, നിങ്ങൾ അവിടെ ചെല്ലുക, നിങ്ങളുടെ ഭൂമി അവർ നറുക്കെടുത്ത് നിങ്ങൾക്ക് തരും, അതനുസരിച്ച് നിങ്ങൾ ആ ഭൂമി സ്വീകരിക്കുക എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞു വിടുകയായിരുന്നു. പക്ഷെ പിന്നീട് അത് നടന്നില്ല എന്നറിയുകയും അതിനുശേഷം ഇപ്പോ നമ്മളൊരു വലിയ മഹാമാരിയെ നേരിടുന്ന ഒരു കാലഘട്ടം. ഇതിനകത്ത് നമുക്ക് ആരെയും അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ പറ്റുന്ന. ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. 15 വർഷം മുമ്പും ഈ മണ്ണിടിച്ചിലായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറെ താമസിക്കുമ്പോൾ അവരെന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മണ്ണിടിയനുണ്ട്, നീ ഒന്ന് വേഗം വരണം, വന്ന് നോക്കണം, നിന്റെ ഭാഗങ്ങളൊക്കെയാണ് ഇടിയണേന്ന് വന്ന് പറയുമ്പോൾ എത്ര രാത്രിയാണെങ്കിലും ഞാൻ ഓടി വന്നിട്ടുമുണ്ട്, ഈ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുമുണ്ട്. ശരി, അപ്പം ഇത് ഇപ്പം ഇവരെ ഒന്നില്ലെങ്കിൽ റീട്ടേണിംഗ് വാളോ അല്ലെങ്കിൽ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ? പല പ്രാവശ്യം എല്ലാ വർഷവും മണ്ണിടിയുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ADM അടക്കം ഇവിടെ വരികയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ മാറ്റി താമസിപ്പിക്കാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന്റെ സുരക്ഷാ നടപടികളൊക്കെ നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞു പോകും. ആ മഴക്കാലം ഫുള്ളും തീരണ വരെയും അങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളൂ. ഇന്നേ വരെയും അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ വാഗ്ദാനങ്ങൾ മാത്രമല്ല നമുക്ക് വേണ്ടത്, ഇത് ഇടിഞ്ഞ ആളുകൾ മുഴുവൻ ഇതിനടിയിൽ പോയി മരിച്ചതിന് ശേഷം എല്ലാവരും ഈ ബന്ധപ്പെട്ട അധികാരികൾ, ഉദ്യോഗസ്ഥന്മാര്, രാഷ്ട്രീയക്കാര്, മീഡിയക്കാര് ഇവരെല്ലാം വന്നിട്ട് കാര്യമില്ല. ഇവരുടെ പ്രശ്നം കണ്ട് തീർച്ചയായിട്ടും ശാശ്വത പരിഹാരമാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ടോ റീട്ടേണിംഗ് വാളായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഇതുവരെ എന്തെങ്കിലും കാര്യങ്ങൾ ഗവൺമെന്റ് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ? പലതവണ നമുക്ക് മാറ്റി താമസിപ്പിക്കാന്നും പറഞ്ഞ് അത്താണി അവിടെ സ്ഥലമുണ്ട്, പാറമടയുടെ സൈഡിൽ സ്ഥലമുണ്ട്, പല പ്രാവശ്യം നമുക്ക് പട്ടയം തരാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ വർഷം 13 വീട്ടുകാരുടെ നിന്നും ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ ആ മാസത്തിൽ തന്നെ ആഗസ്റ്റ് 20-ാം തീയതി നമ്മുടെ സ്ഥലത്തിന് നറുക്കെടുപ്പാണ് എന്നും പറഞ്ഞിട്ട് അന്നത്തെ വില്ലേജ് ഓഫീസറായിരുന്ന സജീഷ് സാറ് നമ്മളെ വില്ലേജിലേക്ക് വിളിച്ചു വരുത്തി 2 മണിവരെ നമ്മളവിടെ ഇരുത്തി. അന്നും ഒരു തീരുമാനമില്ലാതെ നമ്മളെ വിടുകയാണ് ചെയ്തേക്കുന്നത്. ശരി, അപ്പം നമ്മൾ പട്ടയം കൊടുക്കാം, അത് ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി അതുവരെ ആയെങ്കിലും അതിനുശേഷം ഉള്ള നടപടികൾ എന്തെങ്കിലും ആയോ എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും വിവരിക്കാൻ പറ്റും? പലതവണ ഈ 13 വീട്ടുകാരും വില്ലേജിൽ പോയി അന്വേഷിച്ച് മുനിസിപ്പാലിറ്റി അന്വേഷിച്ചപ്പോ അങ്ങനെ ഒന്നും തന്നെ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. ഏതാണ്ട് ആ ഫയൽ ഒരു മരിച്ച അവസ്ഥയിലായിരുന്നു എന്നാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇതാണ് കാക്കനാട് കീരേരിമല 21 കോളനി നിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റവന്യൂ വിഭാഗം കണ്ടെത്തിയിട്ടുള്ള സ്ഥലം. ഇത് കണ്ടെത്തി റവന്യൂ വിഭാഗം ഇവിടെ അതിന്റെ ഒരു ബോർഡ് നാട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് റവന്യൂ വിഭാഗം കണ്ടെത്തിയിട്ടുള്ള ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ സ്ഥലത്താണ് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ താഴ്ഭാഗത്ത് ആ കാണുന്നതാണ്, അവിടെയാണ് പാറമട. ഇവർ പറയുന്ന പാറമടയുടെ സൈഡിലാണ് എന്ന് പറയുന്നത്. അവിടെ ഒരു റീട്ടേണിംഗ് വാളും കൂടി വേണം എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളുടെ അഭിപ്രായം. റീട്ടേണിംഗ് വാള് പാറമടയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് റീട്ടേണിംഗ് വാൾ അത്യാവശ്യമാണ്. അത് ഒന്ന് നോക്കി ആർക്കത് മനസ്സിലാകുന്നതാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈ 21 കോളനിയിലെ നിവാസികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇനിയും വൈകിക്കൂടാ. കാരണം 20 വർഷത്തോളമായി ഇവരെ ഈ ദുരിതം അനുഭവിക്കുന്നു. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇവർക്ക് വേണ്ടത് ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വോയിസ് ഓഫ് കാക്കനാട് വാട്സാപ്പ് കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രദീപ്, ന്യൂ ഇന്ത്യ. താങ്ക് യു.